എൻ്റെ പൊന്നു ചാന്ദിനി, ദയവേത് നീ എൻ്റെ കൂടെയും വരരുത്. എനിക്ക് വലിയ നാണക്കേടാണ്. ഭർത്താവ് മിഥുൻ്റെ വായിൽ നിന്നും അങ്ങനെ കേട്ടപ്പോൾ വല്ലാത്തൊരു വേദനയാണ് ചാന്ദിനിക്ക് തോന്നിയത്. വിവാഹം കഴിഞ്ഞ കാലം മുതൽ കേൾക്കുന്നതാണ് കറുത്ത നിറത്തെ തുടർന്നുള്ള ഈ അവഗണന. ഭർത്താവിന് മാത്രമല്ല, ഭർത്താവിൻ്റെ വീട്ടുകാർക്കും അങ്ങനെ തന്നെ. നല്ലൊരു വസ്ത്രം എടുക്കാൻ പോലും തനിക്ക് സ്വാതന്ത്ര്യമില്ല. ആ നിറം തനിക്ക് ചേരില്ല എന്ന് പറഞ്ഞ് അവർ ആ വസ്ത്രം തന്നെ ഇടിയിപ്പിക്കില്ല. നമ്മളെങ്ങും ഒരുമിച്ച് പോയിട്ടില്ലല്ലോ, വിരുന്നിനല്ലാതെ, അവൾ പറഞ്ഞു. അത് തന്നെ വലിയ കാര്യമാണ്. അതോടെ എനിക്ക് തികഞ്ഞതാണ്. അതുകൊണ്ട് തന്നെയാണ് നിന്നോട് പറഞ്ഞത്, ദൈവത്തെ ഓർത്ത് ഇനി എന്നെ ഇത് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കരുത് എന്ന്. മിഥുനേട്ടാ, നീ കൂടുതൽ ഇമോഷണൽ ആയിട്ടൊന്നും ചിന്തിക്കേണ്ട. കുറച്ച് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കൂ. ഞാൻ നിന്നെ എന്തിനു വിവാഹം കഴിച്ചു എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കുന്നവരോട് പറയാമായിരുന്നില്ലേ, എൻ്റെ അച്ഛൻ്റെ കയ്യിലെ പണം കണ്ടിട്ടാണ് എന്നെ കല്യാണം കഴിച്ചതെന്ന്? അവളും വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അങ്ങനെയെങ്കിൽ അങ്ങനെ. എൻ്റെ വീട്ടിലെ അവസ്ഥയും ബുദ്ധിമുട്ടുകളും അങ്ങനെയായിരുന്നു. നല്ലൊരു ചാൻസ് വന്നപ്പോൾ ഞാൻ അതിനൊക്കെ ഓക്കെ പറഞ്ഞു. അപ്പോൾ സൗന്ദര്യമൊന്നും നോക്കിയില്ല എന്നും പറഞ്ഞ് കൂടെ കൊണ്ട് നടക്കുമ്പോൾ എന്തെങ്കിലും ഒരു മെന വേണ്ടേ? ഇതിപ്പോൾ ആനയ്ക്കാണോ നിനക്കാണോ കറുപ്പ് കൂടുതലെന്ന് അറിയാൻ പറ്റാത്ത കറുപ്പാണ് നിനക്ക്. ഇതൊക്കെ എന്നെക്കൊണ്ട് എന്തിനാ പറയിപ്പിക്കുന്നത്? നിനക്ക് തന്നെ കണ്ടറിഞ്ഞ് ചെയ്തൂടെ? നിന്റെ കുറവുകൾ നീ തന്നെ മനസ്സിലാക്കണം. മിഥുനേട്ടാ, ഇങ്ങനെ പറയുന്നത് വല്ലാത്ത കഷ്ടമാണ്. രാത്രിയിൽ കിടക്കുമ്പോൾ കറുപ്പിൻ്റെ നിറവ്യത്യാസമൊന്നും കാണിക്കാറില്ലല്ലോ. എൻ്റെ ശരീരത്തിൽ പരാക്രമണങ്ങൾ കാണിക്കുമ്പോൾ നിറത്തിന് യാതൊരു പ്രാധാന്യവും അവിടെ കാണിക്കാറില്ലല്ലോ. ഒരു മിനിറ്റ് നേരത്തേക്കാണെങ്കിലും എൻ്റെ ശരീരത്തിൽ നിങ്ങൾ സുഖം കണ്ടെത്തുമ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ നിറം നിങ്ങൾക്ക് പ്രശ്നമല്ലല്ലോ. ലൈറ്റ് കെടുത്തി കഴിഞ്ഞാൽ പിന്നെ എന്ത് കറുപ്പ്? പിന്നെ എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ലേ കല്യാണം കഴിച്ചത്. എനിക്ക് സുഖം തോന്നുമ്പോഴൊക്കെ തരേണ്ടത് നിൻ്റെ കടമയാണ്. അതങ്ങനെ എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് മടുത്തു. നിങ്ങൾക്കെന്നെ കൂടെ കൊണ്ട് നടക്കാൻ പോലും താല്പര്യമില്ലെങ്കിൽ എന്തിനാ ഇങ്ങനെ എന്നെ ഇവിടെ ഭാര്യയായിട്ട് ഇരുത്തിയിരിക്കുന്നത്? എനിക്കിനി ഒരു നിമിഷം പോലും നിങ്ങളുടെ ഒപ്പം ജീവിക്കാൻ താല്പര്യമില്ല. നിങ്ങളുടെ മനസ്സിലെ ഇരുപ്പ് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായി. ഇന്ന് മാറും നാളെ മാറും എന്ന് കരുതിയാണ് ഞാൻ ജീവിച്ചത്. എനിക്ക് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു, നിങ്ങളുടെ മനസ്സിൽ പണം മാത്രമേ ഉള്ളൂ. എൻ്റെ അച്ഛൻ്റെ കയ്യിലിരിക്കുന്ന പണം കണ്ടതുകൊണ്ട് നിങ്ങൾ എന്നെ സഹിക്കുന്നത്. ഇനി എത്ര ബുദ്ധിമുട്ടി നിങ്ങളെന്നെ സഹിക്കേണ്ട. വിവാഹ സമയത്ത് അച്ഛൻ തന്ന പണമൊക്കെ എൻ്റെ പേരിലാണ് ഇട്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മറക്കണ്ട. 1 രൂപ പോലും നിങ്ങൾക്കെടുക്കാൻ പറ്റില്ല എൻ്റെ അനുവാദമില്ലാതെ. അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ മിഥുൻ ശരിക്കും ഒന്ന് ഞെട്ടി. അത് സത്യമാണ്. അറിയാതെ തൻ്റെ നാവിൽ നിന്ന് സത്യങ്ങൾ പുറത്തു വന്നതാണ്. അവളെ പിണക്കാൻ പാടില്ല എന്ന് മിഥുൻ ഓർത്തു. ഞാൻ വെറുതെ നിന്നോട് തമാശയ്ക്ക് പറഞ്ഞതല്ലേ, അല്ലാതെ നിന്നെ കൂടെ കൊണ്ടുപോകുന്നതിൽ എനിക്ക് എന്ത് നാണക്കേടാ. നീ ഒരു കാര്യം ചെയ്യ്, വേഗം റെഡിയാകൂ, നമുക്കൊന്ന് പുറത്തു പോകാം. വേണ്ട, പണം കൊടുത്താൽ നിങ്ങളെക്കാൾ ആത്മാർത്ഥതയുള്ളവരെ കിട്ടുമെന്ന് ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞോളാം. ഇനിയൊരു നിമിഷം പോലും ഞാനിവിടെ നിൽക്കില്ല. ചന്ദ്രി, ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്ക്. നിങ്ങളല്ലേ പറഞ്ഞത് നല്ലൊരു ചാൻസ് വന്നപ്പോൾ നിങ്ങൾ എന്നെ വിവാഹം കഴിച്ചതാണെന്ന്? ഇപ്പോൾ എനിക്ക് നല്ലൊരു ചാൻസ് വന്നിരിക്കുക. ഇനി ഒരുപാട് സഹിച്ചും ക്ഷമിച്ചും അഡ്ജസ്റ്റ് ചെയ്തും ഞാനിവിടെ ജീവിച്ചാൽ എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു പോകുമെന്നേ ഉള്ളൂ. ഒരു തുള്ളി പോലും ആത്മാർത്ഥതയും സ്നേഹവും ഇല്ലാത്ത നിങ്ങളുടെ ഒപ്പം ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല. എനിക്ക് നല്ലൊരു ചാൻസാണിത്. എൻ്റെ അച്ഛനോട് ഈ കാര്യങ്ങളൊക്കെ എനിക്ക് പറയാം. ഇത്രയും നിങ്ങളുടെ നാവിൽ നിന്ന് വീഴാൻ വേണ്ടി ഞാൻ ഇത്രയും കാര്യങ്ങൾ ചോദിച്ചത്. നിങ്ങൾ പറഞ്ഞതൊക്കെ എൻ്റെ അച്ഛൻ കേട്ടിട്ടുണ്ട്. കാരണം മറുതലയ്ക്കൽ അച്ഛനുണ്ടായിരുന്നു. അച്ഛൻ കേൾക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ നിങ്ങളോട് ഇത്രയും സംസാരിച്ചത്. ഒരു ദിവസം പെട്ടെന്ന് ഞാൻ ഈ ബന്ധം ഉപേക്ഷിച്ചിറങ്ങി ചെല്ലുമ്പോൾ എൻ്റെ അച്ഛൻ എന്നെ ഒരു കാരണവശാലും വഴക്ക് പറയാൻ പാടില്ല. എൻ്റെ ഭാഗത്ത് യാതൊരു കുറ്റവും ഇല്ലെന്ന് അച്ഛൻ മനസ്സിലാക്കണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ അച്ഛൻ അറിയണമെന്ന് തോന്നി. പലതവണ ഞാൻ പറഞ്ഞിട്ടും അച്ഛൻ ഇതൊന്നും അംഗീകരിച്ചിട്ടില്ല. നിങ്ങളുടെ സ്വഭാവത്തെപ്പറ്റി പലതവണ ഞാൻ പറയുമ്പോഴെല്ലാം നിങ്ങൾ നല്ലവനാണ് എന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ അല്ല എന്ന് തെളിയിച്ചു കൊടുക്കണമായിരുന്നു. എനിക്കിപ്പോൾ അതിനുള്ള എല്ലാ തെളിവുകളും കിട്ടി. അച്ഛൻ തന്നെ സ്വന്തമായിട്ടൊക്കെ കേട്ടു. ഫോൺ ഉയർത്തിപ്പിടിച്ച് അവൾ പറഞ്ഞപ്പോൾ തനിക്ക് പറ്റിയ അബദ്ധം മിഥുന് മനസ്സിലായിരുന്നു. കൈവന്ന സൗഭാഗ്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോവുകയാണെന്ന് അവന് മനസ്സിലായി. ബിസിനസ്സുകാരനായ വിശ്വനാഥൻ്റെ മകളെ വിവാഹം കഴിച്ചത് പണത്തിനു വേണ്ടി തന്നെയാണ്. തൻ്റെ എല്ലാ ആവശ്യങ്ങളും അമ്മായിയച്ഛൻ സാധിച്ചു തരികയും ചെയ്യുന്നുണ്ടായിരുന്നു. മകളെ സന്തോഷകരമായി നോക്കണമെന്ന് മാത്രമായിരുന്നു തങ്ങൾക്കിടയിലുണ്ടായിരുന്ന ഒരേ ഒരു നിബന്ധന. അതാണിപ്പോൾ ഇല്ലാതായിരിക്കുന്നത്. ഇനി അയാളിൽ നിന്ന് 1 രൂപ പോലും കിട്ടില്ല എന്നും തൻ്റെ മോശം ബുദ്ധി കൊണ്ട് തനിക്ക് ലഭിച്ച സൗഭാഗ്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോവുകയാണ് എന്നും മനസ്സിലായി. അപ്പോഴേക്കും ചാന്ദിനി പെട്ടി അടുക്കി തുടങ്ങിയിരുന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ.
നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.